ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ചിക്കൻ സോസേജ് ഉണ്ടാക്കിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒരു കറി ഇതുകൊണ്ട് വെക്കാമെന്ന്. ഇതൊരു കറി വെക്കാനായിട്ടേ. അതിന് വേണ്ടിയിട്ട് 4 സോസേജ് ഉണ്ടേ. അത് നമുക്കൊന്ന് പിന്നെ ഒരു മുറി ഫ്ലവറിൻ്റെ ഒരു മുറി അടുത്ത് കഴുകി വൃത്തിയാക്കി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേ. പിന്നെ ഒരു 4-5 ബീൻസ് അതും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റ് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടത്തരം 2 കിഴങ്ങ് അതും അരിഞ്ഞ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടേ. ഇനി ഇത് ഞാനൊന്ന് കഷ്ണമായിട്ട് കണ്ടിച്ചെടുക്കാം. നല്ല ടേസ്റ്റോട് കൂടിയുള്ളൊരു കറിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോസേജ് അല്ലേ, ഷേപ്പ് വ്യത്യാസമൊന്നുമേ ഉള്ളൂ. സോസേജിന് ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കഷ്ണം പോലെ അരിഞ്ഞിടേ. ഞാൻ അരിയേണ്ടതല്ല അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം, സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടാവട്ടെ. നമ്മുടെ പാത്രം ചൂടായി. ഇതിനകത്ത് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 4 ഗ്രാമ്പുവേ. ഇതിലോട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, വലിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, അത് രണ്ടും ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ മണം പച്ച മണമില്ലേ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ, അതൊന്ന് മാറി വരട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ ക്യാരറ്റ്, ഈ ബീൻസ്, ഫ്ലവർ, കിഴങ്ങ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇത് തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ പച്ചക്കറി നോക്കട്ടെ. ഞാനിതിന് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു 3 മിനിറ്റിനോളം ഞാൻ അടച്ചിട്ടിരുന്നേ. കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്, ഫ്ലവർ എല്ലാം വെന്തിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത്
ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് ഈ ചിക്കൻ്റെ സോസേജ് ഇല്ല, അത് കഷ്ണിച്ച് വെച്ചേക്കുന്ന അതിട്ട് കൊടുക്കേ. സോസേജിനകത്ത് ഉപ്പിട്ടതല്ലേ. ഇനി ഇതിനകത്തോട്ട് 2 തക്കാളി ഗ്രേറ്റ് ചെയ്തത് അതിട്ട് കൊടുക്കുക. ഇനി തീ ഒന്ന് മീഡിയത്തിൽ വെക്കാം. നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ചിടേ. നമ്മുടെ കറി നോക്കേ. ഇതിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേ. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഈ ചിക്കൻ സോസേജ് എല്ലാവരും ഉണ്ടാക്കണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമ്മളുണ്ടാക്കുന്നതല്ലേ. ഇനി ഇതിലോട്ട് തീ ഞാൻ ഇപ്പം കൂട്ടി കൊടുത്തിട്ടുണ്ടേ. ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഇത് ഒന്ന് കവർ ചെയ്ത് ഒന്നും കൂടെ കൊടുക്കേ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ അടുത്ത് വെച്ച് വേകട്ടെ. കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട്. എന്നാലും ഒന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കഷ്ണത്തിനും ഈ മസാല എല്ലാം കൂടെ നല്ല ഒരു ഇതായിത്തരും. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിനെ വെള്ളം ഒഴിക്കുന്നേ. നമ്മുടെ കറി നോക്കേ. നല്ല മണം. ഇനി ഇതിനകത്ത് ഞാൻ
ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഓക്കെ. കഷ്ണങ്ങളെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. കിഴങ്ങും ക്യാരറ്റും നമ്മുടെ സോസേജ് ഇല്ലേ, അത് വെള്ളത്തിൽ ഇപ്പം വേവിച്ചപ്പോൾ ഒന്നും കൂടെ നല്ല ഇതായി. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ നല്ല ഫ്രഷ് മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യേ. എൻ്റെ അമ്മേ, എന്താ മണവാ ഇത്! നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിക്ക് ബെസ്റ്റ്. ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഭൂരിക്കും ബ്രെഡിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു കറിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോസേജ് കൊണ്ടുള്ളൊരു കറി. എന്താ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ ഗ്യാസ് ഓഫാക്കുവേ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇതിൽ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ ഉപ്പ് നോക്കട്ടെ. പറഞ്ഞറിയിക്കാൻ വയ്യ ഇതിൻ്റെ ടേസ്റ്റ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി, നല്ലൊരു കറി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.